നമസ്കാരം. വിസ്ഡം വൈസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഐ എം അമൃത, അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഇൻ HSS ഡിപ്പാർട്ട്മെൻറ്റ്. ഞാൻ നിങ്ങളോട് ഇന്ന് സംവദിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം ചിന്തകളെക്കുറിച്ചാണ്. നമ്മുടെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന നെഗറ്റീവ് ചിന്തകളും പോസിറ്റീവ് ചിന്തകളും ഉണ്ടാകും. അത്തരം ചിന്തകൾ നമ്മുടെ ജീവിതത്തെ എങ്ങനെയൊക്കെ മാറ്റിമറിക്കാൻ കഴിയുന്നു എന്നത് ഒരു ചെറിയ കഥയിലൂടെ നമുക്ക് നോക്കാം. ഒരു ബാലൻ്റെയും വൃദ്ധൻ്റെയും കഥയിലൂടെയാണ് ഈ ചിന്തകളെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ബാലൻ എന്ന് പറയുന്നത് അന്നന്നത്തെ ദിവസത്തേക്കുള്ള ആഹാരത്തിനുള്ള വകുപ്പ് ജോലി ചെയ്ത് ഉണ്ടാക്കുന്ന ഒരു പ്രകൃതത്തിലുള്ള കുട്ടിയായിരുന്നു. എല്ലാ ദിവസവും അധ്വാനിച്ചു കൊണ്ടുവരുന്ന പൈസ കൊണ്ടാണ് അവൻ ആഹാരത്തിനുള്ള വകുപ്പ് കണ്ടെത്താറുള്ളത്. എന്നാൽ ഒരു ദിവസം തനിക്ക് ജോലി ഒന്നും കിട്ടാത്തൊരവസരം വന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു വൃദ്ധനെ കണ്ടെത്തുന്നത്. ആ വൃദ്ധൻ്റെ ആവശ്യം തനിക്ക് പണിയെടുപ്പിക്കാൻ ഒരു ജോലിക്കാരനെ ആവശ്യമുണ്ട് എന്നതായിരുന്നു. വളരെ സന്തോഷത്തോടു കൂടി ബാലൻ വൃദ്ധൻ്റെ ദൗത്യം ഏറ്റെടുത്തു. വൃദ്ധന് 3 ചാക്കുകളാണ് അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്നത്. 2 ചാക്കുകൾ അദ്ദേഹം ചുമക്കും. ഒരു ചാക്ക് ചുമക്കാൻ ഒരാളെ വേണമായിരുന്നു വൃദ്ധന്. അതിന് അദ്ദേഹം പ്രതിഫലമായിട്ട് ബാലന് നൽകാമെന്ന് പറഞ്ഞത് 3 സ്വർണ്ണ നാണയങ്ങളായിരുന്നു. ബാലൻ സന്തോഷപൂർവ്വം ആ ദൗത്യം ഏറ്റെടുത്തു. കുറച്ചു ദൂരം നടന്ന വേളയിൽ ബാലന് ഈ ചാക്കിൽ എന്താണ് എന്നറിയാൻ ഒരു ആകാംക്ഷയുണ്ടായി. ബാലൻ്റെ ചോദ്യത്തിന് വൃദ്ധൻ ഉത്തരം നൽകി. അതിൻ്റെ അകത്ത് വെങ്കലത്തിൽ നിർമ്മിക്കപ്പെട്ട നാണയങ്ങളാണ് എന്ന്. കുറച്ചുകൂടി ദൂരം കഴിഞ്ഞപ്പോൾ വൃദ്ധൻ തന്നെ സംശയിക്കുന്നുണ്ടോ എന്ന് ബാലന് സംശയം തോന്നുന്നു. ബാലൻ അതിന് മറുപടി പറയുന്നു, ഞാനൊരു കള്ളനോ കൊലപാതകിയോ ഒന്നുമല്ല. ഞാൻ ചെയ്യുന്ന ജോലിക്കുള്ള പ്രതിഫലം മാത്രം മതി എനിക്ക് എന്നുള്ളത്. വീണ്ടും കുറച്ചു ദൂരം നടന്നപ്പോഴേക്കും ഒരു നദിയുടെ അടുത്ത് വൃദ്ധനും ബാലനും എത്തിച്ചേരുകയുണ്ടായി. ആ നദി മുറിച്ചു കടക്കാൻ ഈ 2 ചാക്കുകളും എടുത്തുകൊണ്ട് ആ നദി മുറിച്ചു കടക്കാൻ വൃദ്ധന് സാധിക്കാതെ വന്നപ്പോൾ വൃദ്ധൻ പറഞ്ഞു, കുഞ്ഞേ, ഈ ഒരു സഞ്ചി കൂടി അല്ലെങ്കിൽ ഈ ഒരു ചാക്ക് കൂടി നീ എടുത്തെന്നെ സഹായിക്കൂ. വെറുതെ വേണ്ട, 3 സ്വർണ്ണ നാണയങ്ങൾ കൂടി നിനക്ക് തന്നു വിടാമെന്ന്. ബാലൻ വളരെ സന്തോഷത്തോടു കൂടി ആ തോൾ സഞ്ചിയും എടുത്ത് തൻ്റെ ചുമലിലേക്ക് വെച്ചു. കുറച്ചു ദൂരം എത്തിയപ്പോൾ ബാലൻ ചോദിച്ചു, എന്താണിതിൽ എന്ന്. പതിവ് പല്ലവി പോലെ തന്നെ വൃദ്ധൻ മറുപടി പറഞ്ഞു, വെള്ളി നാണയങ്ങളാണ് അതിലുള്ളത് എന്ന്. വീണ്ടും വൃദ്ധന് സംശയമുണ്ടാകുന്നു എന്ന് ബാലന് തോന്നുകയും ബാലൻ ആദ്യം ആവർത്തിച്ച ഉത്തരം തന്നെ വീണ്ടും പറഞ്ഞു, ഞാൻ കള്ളനോ കൊലപാതകിയോ ഒന്നുമല്ല. ഞാൻ ജോലി ചെയ്തതിനുള്ള കൂലി മാത്രം മതി എനിക്ക് എന്ന്. കുറച്ചു ദൂരം കൂടി കഴിഞ്ഞപ്പോൾ ഒരു കുന്നിൻ്റെ താഴ്വരത്ത് എത്തി രണ്ടുപേരും. ഈ ചാക്കുമെടുത്ത് കുന്ന് കയറാൻ ആ വൃദ്ധന് സാധിച്ചില്ല. വൃദ്ധൻ തൻ്റെ ബാലനോട് പറഞ്ഞു, ഈ സഞ്ചി കൂടി ഈ കുന്നിൻ്റെ അപ്പുറത്താണ് എൻ്റെ വീട്. ഈ സഞ്ചി കൂടി നീ കുന്നിൻ്റെ അപ്പുറത്തേക്ക് എത്തിയാൽ 3 സ്വർണ്ണ നാണയങ്ങൾ കൂടി ഞാൻ നിനക്ക് തന്നുവിടാമെന്ന്. സന്തോഷപൂർവ്വം ബാലൻ അത് ഏറ്റെടുക്കുകയും കുന്നിൻ്റെ അപ്പുറത്തേക്കെത്തി വൃദ്ധനെ കാത്തിരിക്കുകയും ചെയ്തു. ആ കാത്തിരിക്കുന്ന ഇടവേളകളിൽ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ചില ചിന്തകൾ കടന്നുകൂടി. ഇത്രയും നാണയങ്ങൾ കൊണ്ട് ഈ പടുവൃദ്ധന് ഇനി എന്തിനാണ് ഇത്രയും നാണയങ്ങൾ? ജീവിതാവസാനം കഴിയാറായ ഇദ്ദേഹത്തിന് ഇതിനെക്കൊണ്ട് ഒരാവശ്യകതയുമില്ല. മറിച്ച് ജീവിതം തുടങ്ങാനിരിക്കുന്ന എനിക്ക് ജീവിതം, കുടുംബം, വലിയ വീട്, കാറ് ഇതൊക്കെ ലഭിക്കാൻ ഈ പണം കൊണ്ട് സാധിക്കും എന്ന് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഉണ്ടായി. ഈ സമയം ബുദ്ധൻ്റെ വാക്കുകൾ തന്നെയാണ് ഞാൻ ഓർത്തു പോകുന്നത്. ഓരോ പ്രവൃത്തിയും ആരംഭിക്കുന്നത് ഒരു ചിന്തയിൽ നിന്നാണ് എന്നുള്ളത്. നമ്മുടെ ചിന്തകൾ തന്നെയാണ് വാക്കുകളായിട്ട് മാറുന്നത്. ഈ വാക്കുകൾ തന്നെയാണ് നമ്മുടെ പ്രവൃത്തികളായിട്ട് മാറുന്നതും. ഈ പ്രവൃത്തികൾ തന്നെയാണ് നമ്മുടെ ശീലങ്ങളും. ഈ ശീലങ്ങൾ തന്നെയാണ് നമ്മുടെ വിധിയെ നിർണ്ണയിക്കുന്ന പ്രധാന ഘടകവും.
നമുക്കറിയാം, നമുക്ക് എപ്പോഴും സന്തോഷത്തോടുകൂടി ഇരിക്കാൻ സാധിക്കുകയില്ല. പലതരത്തിലുള്ള തിരിച്ചടികൾ നമ്മുടെ ജീവിതത്തിൽ വന്നേക്കാം. ഒന്ന് ഓർക്കേണ്ടത്, മുഴുവൻ നേരവും ആ പ്രശ്നത്തിൽ തന്നെ ഇരിക്കാതെ പ്രശ്ന പരിഹാരത്തിന് വേണ്ട വഴികൾ ആരായുകയാണ് വേണ്ടത്. അത് അല്ല എങ്കിൽ നമ്മുടെ മറ്റ് പ്രവൃത്തികളെ കൂടി ആ പ്രശ്നം തടസ്സപ്പെടുത്തും എന്നുള്ളതാണ്. നമുക്കറിയാം, നമ്മുടെ ജീവിതം സങ്കീർണമായ യാത്രയിലൂടെയാണ് മുന്നോട്ട് നീങ്ങുന്നത് എന്നുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള യാത്രകളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ ചിന്തകളെ വളരെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. നന്ദി, നമസ്കാരം.